ഹലോ, എക്സൽ ടിപ്സ് ആൻഡ് ട്യൂട്ടോറിയൽസ് എന്ന ഈ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, എക്സലിന് മുമ്പ് നമ്മൾ കണ്ട വീഡിയോയിലെ REPT ഫംഗ്ഷൻ കണ്ടാണല്ലോ. REPT റിപ്പീറ്റ് ഫംഗ്ഷൻ അതുപയോഗിച്ച് നമുക്ക് എങ്ങനെ ഒരു റേറ്റിംഗ് കൊടുക്കാം, സ്റ്റാർ റേറ്റിംഗ്. നമ്മൾ പല ഇതിലും കണ്ടിട്ടുണ്ട്, ആമസോൺ, ഗൂഗിൾ റിവ്യൂസിലൊക്കെ സ്റ്റാർ റേറ്റിംഗ്, നമുക്ക് സ്റ്റാർ കാണാം, ഓരോ റേറ്റിംഗിനനുസരിച്ച് സ്റ്റാർ വരുന്നതാണ്. അതെങ്ങനെയാണ് കൊടുക്കുന്നതുള്ളതാണ് ഇന്ന് ഈ വീഡിയോ പഠിക്കുന്നത്. അപ്പോൾ അത് ഞാനൊരു എക്സാമ്പിളായിട്ടൊരു ടേബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇവിടെ ഇപ്പം റാങ്കുണ്ട്, റേറ്റിംഗ് ഉണ്ട്. റാങ്ക് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് 5 സ്റ്റാർ ഇവിടെ വരും. റാങ്ക് 3യുടെ അവിടെ 3 സ്റ്റാർ വരും. ഇപ്പം ഞാൻ 3 എന്നുള്ളത് 6 ആക്കുവാന്നേരം ആ സ്റ്റാർ അവിടെ മാറും. കണ്ടോ? ഇപ്പോൾ ഈ 1 എന്നുള്ളത് 3 ആക്കുവാന്നേരം അവിടെയും സ്റ്റാറിങ് മാറും. സ്റ്റാറിൻ്റെ കൗണ്ട് 7 2 ആക്കിയാൽ ഇവിടെയും കുറയും. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് REPT ഫംഗ്ഷൻ വെച്ച് എങ്ങനെ ചെയ്യുന്നതാണ് പഠിപ്പിക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഞാൻ ഈ ഡേറ്റയിലൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. ഓക്കെ, അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് വാല്യൂസ് എൻ്റർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ 5 6 എന്തെങ്കിലും 2 3. ഓക്കെ, ഇവിടെ റേറ്റിംഗ് ഇവിടെയാണ് സ്റ്റാർ വരേണ്ടത്. അപ്പം അത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആദ്യമേ ഒരു സ്റ്റാർ ഐക്കൺ പല ഓൺലൈൻ സൈറ്റിലും കിട്ടും. ഐക്കൺസ് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. അത് ഐക്കൺസ് കിട്ടുന്ന സൈറ്റ് അത് ഞാൻ കമൻറ്റ് ഇടാം, ചോദിച്ചാൽ മതി. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ഇടാം. ഇവിടെ ഞാൻ ഈ കോളത്തിൽ സ്റ്റാർ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇവിടെ വെക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇനി ആരും കാണാത്ത സ്ഥലത്ത് എവിടെയെങ്കിലും കൊണ്ട് വെക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇവിടെ കൊണ്ട് വെച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മളത് അങ്ങനെ REPT ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം REPTയുടെ ഫംഗ്ഷൻ യൂസ് ചെയ്യുക. റെപ്റ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. പിന്നെ എന്താണോ റിപ്പീറ്റ് ചെയ്യേണ്ടത്, നമുക്ക് ഈ ഇമേജ് ആണല്ലോ റിപ്പീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇമേജിൻ്റെ സെല്ല് റിപ്പീറ്റ് ചെയ്യുക, എന്നിട്ട് കോമ കൊടുക്കുക. എന്നിട്ട് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം അത് ഈ റാങ്കിൻ്റെ വാല്യൂ അനുസരിച്ച്. അപ്പം ഈ റാങ്കിൻ്റെ ഈ സെല്ല് F8 സെലക്ട് ചെയ്യുക. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻ്റർ ചെയ്താൽ മതി. കണ്ടോ, 5 സ്റ്റാർ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് ഈ കോളം താഴോട്ട് ഡ്രാഗ് ചെയ്യാമെങ്കിൽ ഈ ഫോർമുല താഴോട്ട് അപ്ലൈ ചെയ്യും. പക്ഷേ വെറുതെ ഡ്രാഗ് ചെയ്താൽ നമുക്ക് എറർ കിട്ടും. കണ്ടോ? അപ്പം അങ്ങനെ ചെയ്യല്ലേ. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സെറ്റിങ്സ് ചെയ്യേണ്ട. അതായത് ഇപ്പം ഈ ഫോർമുല ഉണ്ടല്ലേ, REPT G5 F8. G5 ആണ് സ്റ്റാർ ഇരിക്കുന്ന കോളത്തിൻ്റെ വാല്യൂ. പക്ഷെ നമ്മൾ ഡ്രാഗ് ചെയ്യുമ്പം G5 എന്നുള്ള G6 ആവും, G7 ആവും. അപ്പോൾ ആ സ്റ്റാർ ഇരിക്കുന്ന സെല്ലിൻ്റെ വാല്യൂ ചേഞ്ച് ആകും. അതുകൊണ്ട് നമുക്ക് എറർ വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫോർമുല പോവുക, ഈ G5 എന്ന കോളം അങ്ങ് ലോക്ക് ചെയ്യുക. സാധാരണ ലാപ്ടോപ്പിൽ F4 എന്ന ഫംഗ്ഷൻ കീ ഉണ്ട്. F4 എന്ന ഫംഗ്ഷൻ കീ കൊടുക്കാമെങ്കിൽ ഇങ്ങനെ ജിയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഡോളർ സൈൻസ് വരുന്നതാണ്. അതിൻ്റെ അർത്ഥം G ലോക്ക്ഡ്. ഇനിയും താഴോട്ട് എത്ര ഡ്രാഗ് ചെയ്താലും ജിയുടെ വാല്യൂ മാറത്തില്ല, ജിയുടെ റെഫറൻസ് മാറത്തില്ല. എപ്പോഴും G5 തന്നെയായിരിക്കും. കണ്ടോ, ആ വാല്യൂ മാറുന്നില്ല. പക്ഷേ എഫിൻ്റെ വാല്യൂ മാറുന്നുണ്ട്, ജിയുടെ മാറുന്നില്ല. കേട്ടോ, അപ്പോൾ നമുക്കിവിടെ നമ്മൾ കൊടുത്ത റാങ്കിനനുസരിച്ചുള്ള സ്റ്റാർ റേറ്റിംഗ്സ് ഇവിടെ വരാൻ തുടങ്ങി. നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ 4 കൊടുത്തു, അന്നേരം ഇത് മാറുന്നുണ്ട്. 6 എന്നുള്ള 1 കൊടുത്തു, മാറുന്നുണ്ട്. 7 എന്നുള്ള 2 കൊടുത്തു, മാറുന്നുണ്ട്. 2 എന്നുള്ള 5 കൊടുത്തു, മാറുന്നുണ്ട്. അങ്ങനെ ഇവിടെ വാല്യൂ മാറുന്നതനുസരിച്ച് ഇവിടെ ഓട്ടോമാറ്റിക്കലി സ്റ്റാർ റേറ്റിംഗ് മാറിക്കൊണ്ടിരിക്കും. പിന്നെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഓരോ റിപ്പോർട്ട്സൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പം വളരെ ഉപയോഗപ്പെടും. റേറ്റിംഗ്സൊക്കെ ഓരോ ഇതിനെ പറ്റിയുള്ള റേറ്റിംഗൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാനൊക്കെ നല്ലൊരു ടൂളാണ്. സേവ് ചെയ്ത് വെക്കുക. അത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ട്യൂട്ടോറിയൽ. ഇതുകൊണ്ട് ഞാൻ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇനി ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. ബൈ.